ഹായ് എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 71 ആണ്. ഇന്ന് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്പ്രേ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഉലുവ, സോക്ക് ചെയ്ത ഉലുവ, പിന്നെ കുറച്ച് കരിവേപ്പില, കുറച്ച് വേപ്പില. ഓക്കെ, ഇത് ഇത്രയും നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അതിൽ കാസ്റ്റർ ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കണോ അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഗ്യാപ്പിലുള്ളവിടെയൊക്കെ നന്നായിട്ട് മസാജ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് എപ്പോഴും ഡെയിലി യൂസിന് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം ചെയ്തെടുക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് വേപ്പില സെറ്റാവാത്തവർ കറ്റാർ വാഴ ജെൽ മാത്രം ഉപയോഗിക്കാം. ഓക്കെ, കറ്റാർ വാഴ ജെല്ലും കരിവേപ്പിലയും ഉലുവ. ഓക്കെ, ഉലുവ നന്നായി ബോയിലായാൽ തന്നെ അതൊരു ഗം പോലെ ഒരു സാധനം അതിലുണ്ടാവും, സ്റ്റിക്കിനെസ് അല്ലേ, അതും മുടിക്ക് നല്ലതാണ്. ഓക്കെ, അത് നന്നായിട്ട് കുലുക്കിയിട്ട് ജസ്റ്റ് ഒരു 20 to 30 മിനിറ്റ്സ് നിങ്ങളുടെ തലയൊട്ടിയിൽ ജസ്റ്റ് മസാജ് ചെയ്ത് വിടുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൈൽഡായിട്ടുള്ള ഷാംപൂ വെച്ച് കഴുകി കളയാവുന്നതാണ്. ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൗൾ ഫുള്ള് ഏതെങ്കിലും വെജ് സൂപ്പായിട്ടോ ഇല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണോ അത് എടുക്കാം. അതായത് ക്യാരറ്റ് ബീൻസ് എടുക്കാം, ഇല്ലെങ്കിൽ ക്യാരറ്റ് ബീട്രൂട്ട് എടുക്കാം. അങ്ങനെ വേവിച്ചതെന്തും കഴിക്കാവുന്നതാണ്. ഓക്കെ, ഇതിലൂടെ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ നമുക്ക് സഹായിക്കുന്നതാണ്. പിന്നെ എപ്പോഴും പോലെ നിങ്ങൾ രാവിലെ നേരത്തും രാത്രി നേരത്തും ഇൻവേർഷൻ മെത്തേഡിൽ നന്നായിട്ട് മസാജ് ചെയ്യണം സ്കാൽപ്പ്. ഓക്കെ, നന്നായി മസാജ് ചെയ്യുക, അതൊരു 10 to 15 മിനിറ്റ്സ് വരെ. പിന്നെ ഇനി എക്സ്ട്രാ ഹെയർ സ്പ്രേ നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ക്ലൗസിൻ്റെ വാട്ടർ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഉലുവ പിന്നെ ജീരകത്തിൻ്റെ ഒരു മിശ്രിതം, അത് രണ്ടും നന്നായി ബോയിൽ ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ജീരകവും തന്നെ അതും നന്നായിട്ട് മുടി വളരാൻ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ഹോട്ട് ഓയിൽ മസാജ് പോലെ ചെയ്തെടുക്കാം. ഓക്കെ, എൻ്റെ ഒരു സ്കാൽപ്പ് എപ്പോഴും താരൻ വന്നുകൊണ്ടിരിക്കും. ഇവിടുത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ നല്ല ചൂടാണ് ഇവിടെ ചെന്നൈയിൽ. ഓക്കെ, എപ്പോഴും ചൂടായിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എന്താ ചെയ്യുമെന്ന് വെച്ചാൽ ഉലുവ കുതിർക്കാനിടും വെള്ളം, പിന്നെ നെക്സ്റ്റ് മോർണിംഗ് അത് ഒരു ഗ്ലാസ്സോളം വാട്ടർ ഞാൻ കൺസ്യൂം ചെയ്യുന്നതാണ്. എൻ്റെ ബോഡി ഹീറ്റ് ആയതുകൊണ്ട് ഞാനത് എൻ്റെ ബോഡിയുടെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാനായിട്ടുള്ളത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ വെള്ളം എടുക്കുന്നത്. അതിലൂടെ മുടി വളർച്ചയ്ക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത്, നിങ്ങൾക്ക് എപ്പോഴും മുടി കെയർ ചെയ്യുമ്പോൾ എപ്പോഴും കെട്ടൊക്കെ മാറ്റിയിട്ട് എപ്പോഴും പിന്നി വയ്ക്കുക വീട്ടിലുള്ളപ്പോഴൊക്കെ. ഇല്ലെങ്കിൽ പിന്നാൻ ഇഷ്ടമില്ലെങ്കിൽ ബൺ ചെയ്ത് വെക്കേണ്ടതാണ്. എപ്പോഴും മുടി ഒന്നും കൊഴിയാതെയാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ടിപ്സും നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് കരുതുന്നു. ഈ ഒരു ഡേ നിങ്ങൾക്ക് ഇതാണ് ചെയ്യേണ്ടത്. പിന്നെ അഡീഷണലായിട്ട് മിൽക്ക് ഷേക്ക് വേണമെങ്കിൽ പറയാം. അതിൽ ആപ്പിൾ പിന്നെ പോമോഗ്രാനേറ്റ്, ഇല്ലെങ്കിൽ പോമോഗ്രാനേറ്റ് ഇഷ്ടമില്ലെങ്കിൽ ഒരു ആപ്പിൾ മാത്രം എടുക്കാം. ഓക്കെ, ആപ്പിളും കുറച്ച്
അത് ഒരു പഴം എടുക്കാം, ബനാന. ഓക്കെ, ബനാന ആപ്പിൾ എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം, ഇല്ലെങ്കിൽ സീഡ്സ്, പംകിൻ സീഡ്സോ ഇല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സോ ആഡ് ചെയ്യാവുന്നതാണ്. അത് മിൽക്ക് ഷേക്ക് ആക്കിയിട്ട് കുടിക്കാവുന്നതാണ്. ഓക്കെ, ഈവനിങ് ടൈമിൽ കുടിക്കാം, അതായത് നിങ്ങളുടെ ടീ ടൈമൊക്കെ കഴിഞ്ഞിട്ട് കുടിക്കാം, ഇല്ലെങ്കിൽ ഒരു 4:30 മണി അങ്ങനെ കുടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത് അഡീഷണലായിട്ട്. അതായത് ഒരു അഡീഷണൽ കെയറൊക്കെ എടുക്കുമ്പോൾ ഞങ്ങളുടെ മുടിയുടെ ഇത് ഹെൽത്ത്, അതിൻ്റെ സ്ട്രക്ചർ, ടെക്സ്ചറൊക്കെ നന്നായി സ്മൂത്താക്കാനും, അതായത് ഫ്രിസിനെസ്, ഡ്രൈനെസ്, റഫ്നെസ്സൊക്കെ സ്പ്ലിറ്റ് എൻഡൊക്കെ വന്ന് നശിച്ച് പോകുന്നുണ്ടല്ലേ മുടി. അപ്പോൾ അതാണ് എക്സ്ട്രാ ഞങ്ങൾ ഇൻടേക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇൻടേക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഹെയർ കെയർ എന്ന് പറയുമ്പോൾ. നിങ്ങൾ വെളിയിൽ എന്തൊക്കെ ഹെയർ മാസ്ക് ഇട്ടാലും ഇൻടേക്ക് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നന്നായി മുടി വളർച്ച, ആരോഗ്യത്തോടെ ആയിട്ടുള്ള മുടി നമ്മൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാതെയാണ് നോക്കുന്നത്. എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കമ്മ്യൂണിറ്റി ടാബൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് വേണം അത് കമൻറ്റ്സിലൂടെ അറിയിക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചാനൽ. പിന്നെ ആവുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ എൻ്റെ വീഡിയോസൊക്കെ, എൻ്റെ ചാനലിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.